ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ കുക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്യാം. ഞാൻ കിച്ചണിൽ വന്നപ്പോൾ വേറെ കുറച്ച് ജോലികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ചായപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് അതൊന്നും പാക്കറ്റ് പൊട്ടിച്ച് ടിന്നിലിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ അങ്ങ് വൃത്തിയാക്കിയിട്ടു. എന്നിട്ട് നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ ഞാനൊന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഒരുക്കി വെക്കാമെന്ന് കരുതി. സവാളയും ഉള്ളിയും തക്കാളിയൊക്കെ ആദ്യം തന്നെ നന്നാക്കി അതൊക്കെ കട്ട് ചെയ്ത് വേണ്ട പാകത്തിനുള്ളതൊക്കെ എടുത്ത് വെക്കാമെന്ന് കരുതി. കാരണം എനിക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ കാര്യത്തിലേക്ക് ഇത് ചെയ്യാൻ വേണ്ടി പിന്നെ പോകാൻ പറ്റില്ല. പിന്നെ എനിക്കൊരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ അടുപ്പിൽ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കായിരിക്കും ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളി വഴന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും തക്കാളി കട്ട് ചെയ്യുന്നത്. അവർക്ക് പിന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടിട്ടായിരിക്കാം. എനിക്കങ്ങനെ ചെയ്യാനായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ തന്നെ എല്ലാം ഇങ്ങനെ അരിക്കി ഈ കൗണ്ടർ ടോപ്പിൽ നിരത്തി വയ്ക്കും. എന്നിട്ട് കുക്കിംഗ് തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 വലിയ എടുത്തിട്ടുണ്ട്. തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ തേങ്ങാപ്പാൽ, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ. അതിപ്പോൾ മറന്നുപോയി. ചിക്കൻ അല്ലാതെ എന്ത് ചിക്കൻ കറിയാണ്. അപ്പോൾ ആദ്യം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല ഇടണ്ടെന്ന് കരുതുന്നത്. മസാലയുടെ ഒരു ആഗ്രഹം, മസാല കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മസാല ഉപയോഗിക്കുന്നില്ല ഇത്തവണ. ഞാൻ കണ്ട വീഡിയോയിൽ അവർ മസാല ഇടാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കിംഗ് ഒക്കെ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ പാൻ വെച്ചിട്ട് നമ്മുടെ സവാള കട്ട് ചെയ്തുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ സവാള നമുക്ക് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ സവാള വഴന്ന് വരുമ്പോഴത്തേക്കും തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. തക്കാളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നല്ലപോലെ പച്ചമണം വളരെ കുറച്ച് ചിക്കൻ മാത്രമേ ഈ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം മുഴുവനായിട്ട് എടുത്തിട്ട് പാളി പോകണ്ടല്ലോ. ഇതിപ്പോൾ പാളി പോയാലും ബാക്കി ചിക്കൻ കൊണ്ട് അമ്മച്ചി അവർക്ക് വേണ്ടിയിട്ട് വേറെ കറി ഉണ്ടാക്കി ചോറ് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് കൊണ്ടിട്ടാണ് കേട്ടോ ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം. അത് മാറി വരുമ്പോഴത്തേക്കും എന്താ നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാവേ. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മളൊരു 20 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അത് നമ്മൾ ചിക്കൻ വേകാൻ വേണ്ടിയിട്ടാണ് ആ 20 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത്. അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മൾ തുറന്ന് വെച്ച് കുക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും ആ തേങ്ങാപ്പാലൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ചിക്കൻ വേകുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്നും വേറെ വെള്ളം വരും. തേങ്ങാപ്പാലിൻ്റെ ഒരു വെള്ളമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒത്തിരി വെള്ളം പോലെ അല്ലല്ലോ ഈ കറി വേണ്ടത്. നമുക്ക് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതാ 20 മിനിറ്റ് അടച്ച് വെച്ച് വയ്ക്കുക. 10 മിനിറ്റ് തുറന്ന് വെച്ച് ആ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. ഉപ്പ് നോക്കണേ. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ചുവന്നുള്ളിയും വേപ്പിലയും കൂടെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, ഞാനിതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച സാധനമേ അല്ല ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടത് വേറെ, ഉണ്ടാക്കിയപ്പോൾ മറ്റെന്തോ ഇത് മാറിപ്പോയി കേട്ടോ. പക്ഷേ ടേസ്റ്റ് വൈസ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീട്ടിൽ ഇവരൊക്കെ കഴിച്ചിട്ട് കുഴപ്പമില്ല, നല്ലതാണ്, ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാമെന്നാണ് പറഞ്ഞത്. അത് അവരെന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് തോന്നുന്നു. കഴിച്ചിട്ട് എനിക്കും വലിയ ടേസ്റ്റ് തെറ്റായിട്ടും തോന്നിയൊന്നുമില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതേ അല്ല. ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ ചിക്കൻ തീയൽ കണ്ടിട്ട് അതാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. ഇതെന്തായാലും പാളിപ്പോയെങ്കിലും ഇവിടെ എല്ലാവരും കഴിച്ചിട്ട് എൻ്റെ അടുത്ത് മോശമില്ലാത്ത അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല അടുത്ത തവണ സക്സസ്ഫുള്ളായിട്ട് ചിക്കൻ തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പാളിപ്പോയ വീഡിയോ ഇവിടെ കിടക്കട്ടെ. അടുത്ത തവണ പാളിപ്പോകാത്ത ചിക്കൻ തീയലുമായിട്ട് ഞാൻ വരാം കേട്ടോ. ഇനി എന്താണെങ്കിലും ചിക്കൻ തീയൽ അടുത്തൊന്നുമില്ല, കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.